രോഗശയ്യയിലും നന്ദനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്ന ശിവരാമൻ. നന്ദന നന്ദേച്ചിക്കിപ്പോ കുറെ കൂടി സുഖായച്ച. ഈ അവസ്ഥയിലും കുത്തുവാക്കുകൾ കൊണ്ട് ശിവരാമനെ വേദനിപ്പിക്കുന്ന സുമിത്ര. അവള് ചത്തു. സുമിത്രയെ ശവം മോർച്ചറിൽ വെച്ചിരിക്ക. അവസരം മുതലെടുത്ത് ശിവരാമനെ എന്നേക്കുമായി ഇല്ലാതാക്കുന്ന സുമിത്ര. അച്ഛനെക്കുറിച്ച് അന്വേഷിക്കുന്ന നന്ദന. അച്ഛനെവിടെ മോളെ? ചേച്ചിയുടെ അവസ്ഥ കണ്ട ആ നിമിഷത്തിൽ അച്ഛൻ കൊഴിഞ്ഞു വീണു. ഹോസ്പിറ്റലിൽ കപടനാടകം കളിക്കുന്ന സുമിത്ര. സോറി, ഇനി ഒന്നും ചെയ്യാനില്ല. അച്ഛനെ കാണാനെത്തുന്ന അമ്പിളി. അച്ഛനെ അന്വേഷിച്ച് കാർഡിയോളജിയിലെത്തുന്ന നന്ദന. എന്റെ അച്ഛനാ എവിടെ ഉണ്ടായിരുന്നത്? ഇന്നലെ രാത്രി പെട്ടെന്നായിരുന്നു മരണം. ഇനി തുടർന്ന് കാണുക. കർമ്മം ചെയ്യാനുള്ളവര് കുളിച്ചിട്ട് വന്നോളൂ. എന്നാ ബോഡി എടുക്കാം.
യോഗങ്ങളെല്ലാം ചെയ്തിരു ഞാനും നാഥ. തന്നിരുവഴി തന്നെ വന്നവതരിച്ചോ ചന്ദന സൂതനല്ലോ ജഗൽപതേ. എങ്കിലുള്ളോരു മഹാവൈഷ്ണവ തേജസ്സെല്ലാം നിങ്കരാക്കിയിടുവാനായി തന്നിടൂ ശരാസനം. അച്ഛാ അച്ഛാ ഇനി അങ്ങോട്ട് പോയിക്കും. ഈ ടാർപ്പായുടെയും കസേരയുടെ ഒക്കെ പൈസ കൊടുത്തോ? ഇല്ല, സഞ്ജയന് വരെ വേണ്ടതല്ലേ, പിന്നെ കൊടുക്കാം. എന്നാലും ശവദാഹത്തിന് അവന്മാർ അത്രയും പൈസ വാങ്ങിച്ചത് ശകലം കടന്നുപോയി. 1000 രൂപ കൂടുതലാ. എന്ത് ഞാൻ കൊടുത്തല്ലേ പറ്റൂ. വല്ലപ്പോഴും കിട്ടുന്ന കോളല്ലേ അവർക്ക്, കൊടുത്തേക്കാം. എന്നാലും ഒരു മര്യാദ വേണ്ടേ? ഞാനാണെങ്കിലേ കണക്ക് പറഞ്ഞേ കൊടുക്കുള്ളൂ. കാശിന് കാശ് വേണ്ടേ? അതെ, ഒന്നിങ്ങ് വന്നേ. എന്താ? ഒന്നിങ്ങ് വരാൻ. ഇപ്പോഴാണ് ഈ പൈസയുടെ കണക്ക് പറച്ചില്. അമ്മാമ്മ മരിച്ച വിഷമത്തിലാ എല്ലാവരും. എന്തോന്ന് വിഷമം? എടി, സമയമാകുമ്പോ പോകാൻ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളുണ്ടാവും, അത്രേ ഉള്ളൂ. അതിന്റെ പേര് വെറുതെ ദുഃഖിച്ചിട്ടൊന്നും കാര്യമില്ല. അച്ഛാ, ഇതെന്തിനാ കണക്കാ? ആ വണ്ടി ഓടിച്ച കുറച്ച് കാശ് ബാക്കിയുണ്ട്. എല്ലാറ്റിനും ഒരു കണക്ക് വെക്കുന്നത് നല്ലതാ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല രഘുവര. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ ചേട്ടാ. സഞ്ചയനത്തിന്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞല്ലോ. എന്നാ ഞാനും ഇറങ്ങുക. മെമ്പർ വന്ന് സഹകരിച്ചതിൽ സന്തോഷമുണ്ട്. അതെന്റെ കടമയല്ലേ. പഞ്ചായത്ത് മെമ്പർ മാത്രമല്ല, ശിവരാമൻ ചേട്ടന്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയായിരുന്നു ഞാൻ. എവിടെ പുള്ളിയുടെ ഭാര്യയും മക്കളും? സുമിത്രേ, മെമ്പർ പോകാൻ തുടങ്ങുക. സുമിത്രയ്ക്ക് നല്ല ദുഃഖമുണ്ട്. എല്ലാം ഓർക്കാപ്പുറത്തായിരുന്നല്ലോ.
വിഷമിച്ചിട്ട് കാര്യമില്ല. ആയുസ് അത്രേ ഉള്ളെന്ന് സമാധാനിക്കുക. മരിച്ചവർ രക്ഷപ്പെടുകയാണെന്നാ എൻ്റെ അഭിപ്രായം. ചത്ത് ചെല്ലുമ്പോഴാ നരകം എന്നൊക്കെ പറയുന്നത് വെറുതെയാ. ഭൂമിയിലെ ജീവിതമാണ് ശരിക്കും നരകം. രക്ഷപ്പെട്ടവരെ ഓർത്തല്ല, ജീവിച്ചിരിക്കുന്നവരെ ഓർത്താണ് സങ്കടപ്പെടേണ്ടത്. ആ മോനിങ്ങി വന്നേ. ഇയാൾക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടുകയാണ്. ആ വിചാരം വേണം. ഈ ചിതാഭസ്മം ഒരാണ്ട് കഴിഞ്ഞ് പാപനാശത്തോ ഭാരതപ്പുഴയിലോ കൊണ്ടൊഴുക്കണം. ആത്മാവിന് ശാന്തി കിട്ടണ്ടേ? 3 പെൺകുട്ടികളുടെ ഭാവി ഒരു ഭാരമാണെന്നറിയാം. തളരാതെ മുൻപോട്ട് പോകണം. എന്തെങ്കിലും സഹായം ആവശ്യമുള്ളപ്പോൾ എന്നെ ഓർക്കാം. അച്ഛൻ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളായിരുന്നു. എന്നാ ശരി. ഓ, ഞാൻ ഇറങ്ങുക. ആ നന്ദനെ, നന്ദനെ, എന്താ അമ്മേ? നീ ഇവിടുന്ന് എന്തെങ്കിലും എടുത്തോ? ഞാൻ ഈ മുറിയിൽ കയറാറേ ഇല്ല. കേറിയോ ഇറങ്ങിയോന്നൊന്നും അല്ല ചോദിച്ചത്. ഇതിനകത്തുനിന്ന് വല്ല എടുത്തോ? അത് പറഞ്ഞാൽ മതി. ഇല്ല. ഇവിടെ എങ്ങും കാണാനില്ല. പിന്നെ ഇത് എവിടെ പോയി? എന്താ അമ്മേ? ജംഗ്ഷനിലുള്ള വസ്തുവിന്റെ പ്രമാണം നീ കണ്ടോ? അതെന്റെ കയ്യിലുണ്ടല്ലോ. അത് ശരി. അവളെ മുറിയിൽ കയറിയിട്ടുമില്ല, ഒന്നും എടുത്തിട്ടുമില്ല. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടത് അവളുടെ കയ്യിലുണ്ട്. എന്തിനാ നീ ആ പ്രമാണം ഇവിടെ നിന്ന് എടുത്ത് മാറ്റിയത്? ഞാൻ എടുത്തു മാറ്റിയതല്ല. പിന്നെ തനിയെ ഇറങ്ങി വന്ന് നിന്റെ കയ്യിലേക്ക് കയറിയോ? എന്തിനാ പ്രമാണം എടുത്ത് മാറ്റിയെന്ന് പറ നന്ദന. ഞാൻ മാറ്റിയതല്ല, അത് അച്ഛൻ എന്നെ ഏൽപ്പിച്ചതാ. മുഖത്ത് നോക്കി കള്ളം പറയുന്നോടി. അച്ഛനെ ഏൽപ്പിച്ചു പോലും. ശിവരാമേട്ടൻ മരിക്കുന്നത് വരെ അത് ഈ അലമാരിയിലുണ്ടായിരുന്നല്ലോ. സത്യം ഞാൻ പറയുന്നത്. ഇനി ഞാനാണോ കള്ളം പറയുന്നത്? എന്നിട്ടത് എവിടെ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചു? അത് ഒളിപ്പിച്ചിട്ടൊന്നുമില്ല, എന്റെ കൈവശമുണ്ട്. എന്താ പിന്നെ പോയി അതിങ്ങ് എടുത്തോണ്ട് വാ. പറഞ്ഞത് കേട്ടില്ലേ? ആ പ്രമാണം പോയി എടുത്തിട്ട് വരാൻ. ഓടി. ഇനി ഇത് സൂക്ഷിക്കേണ്ടത് ഞാനാ. ഭർത്താവിന്റെ പേരിൽ ഭാര്യയ്ക്കുള്ള അവകാശം കഴിഞ്ഞിട്ടേ ഉള്ളൂ, മറ്റാർക്കും. ഞാനതിന് മറുത്തൊന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞാലും കേൾക്കാൻ ഇവിടെ ആരുമില്ല. എന്റെ ഭർത്താവിന്റെ പേരിലുള്ള വസ്തുവിന്റെ ആധാരം ഇത്. ഇതിന്മേൽ ഭാര്യയ്ക്കും മക്കൾക്കും എല്ലാവർക്കും ഒരുപോലെ അവകാശം. എന്നിട്ട് ആരും അറിയാതെ എടുത്ത് പൂഴ്ത്തി വെച്ചിരിക്കുന്നു. അതിന് ഞാൻ മുട്ടത്തർക്കൊന്നും പറയണ്ട. ഈ ഒരു രേഖ പ്രത്യേകമായിട്ട് എടുത്തു തന്നിട്ടാണ് ശിവരാമേട്ടൻ മരിച്ചെന്ന് പറഞ്ഞാ ഞാൻ വിശ്വസിക്കുമല്ലേ? ഞാൻ സത്യമായിട്ടും കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ? പോവാൻ ഒന്ന് പോണുണ്ടോ? സുമിത്ര ചോദിച്ചപ്പോൾ തന്നെ അവള് വസ്തുവിന്റെ പ്രമാണം എടുത്തു തന്നോ? പിന്നെ തരാതെ? അല്ലെങ്കിലും വാങ്ങിക്കാതെ ഞാൻ അടങ്ങില്ല എന്ന് ശേഖരേട്ടന് അറിയില്ലേ? അപ്പൊ ഞാൻ വിചാരിച്ചത് ശരിയാ. പൂച്ചയെ പോലെ പാവം നടിച്ച് നടന്നെങ്കിലും അവൾ ആള് കേമിയാ. അല്ലെങ്കിൽ ആ പ്രമാണം ബുദ്ധിപൂർവ്വം അടിച്ചു മാറ്റി വെക്കുവോ? ആധാരം കുറച്ചു നാൾ കയ്യിൽ വെച്ച് സൂക്ഷിച്ചു എന്നല്ലാതെ ആ വസ്തു അനുഭവിക്കാനുള്ള യോഗമൊന്നും അവൾക്കുണ്ടാവില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. അതിനുള്ള അവകാശം ശേഖരേട്ടന്റെ മകൾക്കായിരിക്കും. പക്ഷേ അല്ല, അത് സുധയുടെ പേരിൽ രജിസ്റ്റർ ആക്കിയെങ്കിലല്ലേ അവകാശം കിട്ടൂ. ഇവിടുത്തെ അന്തരീക്ഷമൊക്കെ ഒന്ന് മാറിക്കോട്ടെ. ഇനി ഇത് സുധയുടെ പേർക്ക് എഴുതി തരുന്നതിന് എനിക്ക് ആരുടെ അനുവാദം ചോദിക്കേണ്ട ആവശ്യമില്ല. എന്റെ ഭർത്താവിന്റെ പേരുള്ള വസ്തു അത്. അദ്ദേഹത്തിന്റെ മരണശേഷം അത് കൈകാര്യം ചെയ്യാനുള്ള അവകാശം ഭാര്യയ്ക്കാണ്.
ഭാര്യയ്ക്ക് ഇഷ്ടം പോലെ ചെയ്യാം. അതിനെ ചോദ്യം ചെയ്യാൻ മക്കൾക്ക് അവകാശമില്ല. അല്ലെങ്കിലും എൻ്റെ മക്കൾ അതിനെ ധിക്കരിക്കാൻ വരില്ല. വന്നാലും പ്രയോജനമില്ലെന്ന് അവർക്കറിയാം. നന്ദനയുടെ അഭിപ്രായം എന്തായിരിക്കും? എന്തായാലും എന്താ, ആര് വകവെക്കുന്നു അവളുടെ അഭിപ്രായം? ശേഖരേട്ടൻ ആ കാര്യത്തിൽ ഒരു സ്വൈര്യക്കേടും വേണ്ട. സുധയുടെ ഭർത്താവിന് അവിടെ ഒരു കെട്ടിടം വെച്ച് ബിസിനസ് തുടങ്ങും, എന്താന്ന് വെച്ചാൽ ചെയ്യാം. അത് നിങ്ങൾ അച്ഛനും മോളും മരുമകനും കൂടി ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. എന്നോട് അഭിപ്രായം ചോദിക്കണമെന്നേ ഉള്ളൂ. അത് പിന്നെ അങ്ങനെയല്ലേ ചെയ്യൂ. വന്ന വഴി മറക്കുന്നതിനാണോ ശേഖരൻ? ഞാനും അങ്ങനെയുള്ളവളല്ലാന്ന് ഏട്ടന് മനസ്സിലായല്ലോ. അപ്പോ ഞാൻ സുധയെ വിളിച്ച് വിവരം പറയാം. രഘുവരന് നല്ല സുഖമില്ലാഞ്ഞുകൊണ്ടാ സഞ്ജയത്തിന് വരാഞ്ഞത്. അല്ലെങ്കിലും വന്നിട്ട് എന്താ, ശേഖരേട്ടൻ അവളെ വിളിക്കേ. അമ്മ ചെയ്തത് തീരെ ശരിയായില്ല. മനസ്സിലായില്ല? നന്ദേച്ചിക്ക് വേണ്ടി അച്ഛൻ മാറ്റിവെച്ച വസ്തുവല്ലേ അത്? പലതവണ അച്ഛൻ അത് പറഞ്ഞിട്ടുമുണ്ട്. എന്നിട്ടിപ്പോ ആ സ്ഥലം പിടിച്ചെടുത്ത് സുദേശിക്ക് കൊടുക്കുന്ന ഒട്ടും ശരിയല്ല. മിണ്ടി പോരുത് നീ. എന്നെ കുറ്റപ്പെടുത്തുന്നു. അതിനുവേണ്ടി ഈ വീട്ടിൽ ആരുടെ ശബ്ദം ഉയരണ്ട. സത്യത്തിന് നിനക്കത് കാര്യം കണ്ട മിണ്ടാതിരിക്കണമെന്നാണോ? അങ്ങനെയല്ല അച്ഛൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാലേ നീ അച്ഛൻ്റെ അടുത്ത് നിന്ന് പരാതി പറ. ശിവരാമേട്ടൻ ഉണ്ടായിരുന്നെങ്കിലും ആ വസ്തുവിന്റെ കാര്യത്തിൽ ഇതേ സംഭവിക്കുമായിരുന്നുള്ളൂ. എനിക്കെന്റെ ആങ്ങളെ മകളെ മറക്കാൻ പറ്റില്ല. നന്ദേച്ചിയെ മറക്കാവോ? എന്താണ് അതിൽ ശരിയെന്ന് പറ. അമ്പിളി പറഞ്ഞു ഞാൻ എന്നെ ചോദ്യം ചെയ്തതെന്ന്. വാങ്ങിക്കുന്നു എന്റെ ഇത്. അമ്മ ഉച്ച വെക്കണ്ട. ഒരു മരണം കഴിഞ്ഞ വീടായത്. പോയത് ഞങ്ങളുടെ അച്ഛനാ. ഒരു കാര്യം ഓർത്താ മതി, ഇതൊന്നും അച്ഛന്റെ ആത്മാവ് സഹിക്കില്ല. എന്ന് അച്ഛന്റെ ആത്മാവ് നിന്നോട് വന്ന് പറഞ്ഞോ? അതെ, നീ ഈ വീട്ടിലെ ഏറ്റവും ഇളയ ആളാ. ഏറ്റവും ഒടുവിൽ അഭിപ്രായം പറഞ്ഞാൽ മതി. അതും ചോദിച്ച മാത്രം. കേട്ടല്ലോ? അമ്പിളി, പിണക്കുണ്ടാവുന്നറിയാം. എന്നാൽ ഇത്രയും ദേഷ്യം വേണം എന്നോട്? അച്ഛൻ്റെ മരണത്തിൽ എനിക്കും വിഷമമുണ്ട്. കല്യാണം നടക്കാതിരുന്ന കാരണമുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് എനിക്കറിയാം. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല, സംഭവിച്ചു പോയി. അമ്പിളിക്കൊന്നും പറയാനില്ലേ? ആശുപത്രിയിൽ നിങ്ങളെ പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഞങ്ങളുടെ അച്ഛൻ മരിച്ചപ്പോ അവിടം വരെ ഒന്ന് വരുമെന്ന് വിചാരിച്ചു. നന്ദന എന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞോ? എന്തു പറയാൻ? അല്ലെങ്കിൽ എന്തു പറയണം? നഷ്ടപ്പെട്ടത് ഞങ്ങൾക്കല്ലേ, പ്രത്യേകിച്ച് ചേച്ചിക്ക്. പറഞ്ഞല്ലോ കുട്ടി, വേണമെന്ന് വെച്ചായിരുന്നില്ല. കല്യാണ മണ്ഡപത്തിൽ വെച്ച് അപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ കൈവിട്ടു പോയി എന്നൊക്കെ പറയാറില്ലേ? ശരിക്കും അതാ ഉണ്ടായത്. നന്ദനെ കണ്ട് സോറി പറയണമെന്നുണ്ട് എനിക്ക്. ഓ, സോറിയോ? നിങ്ങൾക്ക് സോറി പറഞ്ഞങ്ങ് ഒഴിയാം. വെറും 2 വാക്കിന്റെ നഷ്ടം. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഞങ്ങളുടെ അച്ഛനെയാ, ജീവിതവാ. എന്റെ നന്ദേച്ചിക്ക് നിങ്ങൾ മൂലം ഉണ്ടായ ദുഷ്പേര് ഇനി ഈ ജന്മത്തെ മായ്ച്ചു കളയാൻ പറ്റുമോ? എന്റെ നന്ദേച്ചിക്ക് നിങ്ങൾ മൂലം ഉണ്ടായ ദുഷ്പേര് ഇനി ഈ ജന്മത്തെ മായ്ച്ചു കളയാൻ പറ്റുമോ? പകരം പാവത്തിനൊരു ജീവിതം കിട്ടുമോ? ക്ഷമാപണത്തിന്റെ സ്വരവുമായി ദയവ് ചെയ്തിന് ഞങ്ങളുടെ മുമ്പിൽ വരരുത്, പ്ലീസ്. സുമിത്രേ, സുമിത്രേ, സുമിത്ര. എന്താ? ചതിച്ചു സുമിത്രേ, ചതിച്ചു. എന്താന്ന് പറ. നീങ്ങി വന്നേ. എന്താ ശേഖരേട്ട കാര്യം? നമുക്ക് പണി തന്നിട്ടാണ് പോയത്. ആര്? നിന്റെ ഭർത്താവ് ശിവരാമൻ. ആശുപത്രികളിൽ കണ്ണുമിഴിച്ച് കിടന്നപ്പോ നമ്മളിവിടെ അരിച്ചു പെറുക്കിയിട്ടും ഈ പ്രമാണം കിട്ടിയില്ല. നന്ദനയുടെ കസ്റ്റഡി നില നീ ഇത് വാങ്ങിച്ചത്. ഇപ്പൊ എന്താ പറ്റിയെന്ന് പറ. പറ്റിയത് ഇപ്പോഴല്ല, നേരത്തെ പറ്റിച്ച് വെച്ചിരുന്നു ശിവരാമൻ. നീ ഇത് വായിച്ചു നോക്കിയായിരുന്നോ? ഇല്ല.
ആ നീ തന്നപ്പോ ഞാനും നോക്കിയില്ല, പ്രത്യേകിച്ച് വായിക്കേണ്ട കാര്യമില്ല എന്ന് വിചാരിച്ചു. സ്ഥലം എത്രയുണ്ട്, അത് കീറി മുറിക്കവല്ലോ ചെയ്തോന്നറിയാൻ വേണ്ടി ഇന്ന് രാവിലെ എടുത്ത് വിശദമായി നോക്കിയപ്പോഴല്ലേ ചതി മനസ്സിലായത്. ഈ പ്രമാണമേ നിന്റെ ഭർത്താവിന്റെ പേരിലുള്ളതല്ല. അല്ലേ? പിന്നെ ജംഗ്ഷനിലെ ആ സ്ഥലം അയാൾ പുന്നാര മോളുടെ പേരിൽ എഴുതി വെച്ചിരിക്കുക, നന്ദനയുടെ പേരിൽ. അതിന്റെ ആധാരമായത് ഗിഫ്റ്റ് ഡീഡ്, അതായത് ദാനാധാരം. ശേഖരേട്ടാ, അതെങ്ങനെയാ? ഇതാ കണ്ണു തുറന്ന് വായിച്ചു നോക്ക്. നീ തപ്പിപ്പിടിച്ച് വായിക്കുമ്പോഴേക്ക് നേരം വെളുക്കും. എഴുതി പിടിപ്പിച്ചെല്ലാം കൂടി പിന്നീട് വായിക്കാം. ഇപ്പൊ പ്രധാന സംഗതി കേക്ക്. ഇത് കണ്ടോ? അതിനാൽ മേൽപ്പടി 40 സെന്റ് വസ്തു എനിക്ക് നിന്നോടുള്ള ഇഷ്ടവാത്സല്യം പ്രതിഫലമാക്കി, നിന്നോടെന്ന് വെച്ചാലേ ആ നശിച്ചവളോട് ഇഷ്ടദാനമാ, ഇഷ്ടദാനം. പ്രധാന ഭാഗം കേൾക്ക്. നിന്റെ പേരിൽ തണ്ടപ്പേര് മാറ്റിപ്പിടിച്ചും കരം തീർത്തും പേരിൽ കൂട്ടി അനുഭവിക്കുന്നതിന് ഇന്നു മുതൽ സർവ്വസാധ്യമായിരിക്കുന്നു. എങ്ങനെയുണ്ട്? ചുരുക്കത്തിൽ നമ്മൾ കണ്ണുവെച്ചിരിക്കുന്ന ആ സ്ഥലത്തിന്റെ ഉടമസ്ഥ ഇപ്പൊ അവളാ. ഭയങ്കര ചതിയായിപ്പോയല്ലോ ശേഖരേട്ടാ. അതുവരെ ഞാൻ ആദ്യം പറഞ്ഞത്. നിശ്ചയത്തിനന്ന് ശിവരാമൻ ഒരു പ്രഖ്യാപനം നടത്തി ഓർമ്മയുണ്ടോ? കല്യാണ തീയതിയുടെ പിറ്റേന്ന്, അതായത് 15-ാം തീയതി സ്ഥലം നന്ദനയ്ക്ക് എഴുതി കൊടുക്കുമെന്ന്. പക്ഷേ 9-ാം തീയതി അയാൾ പണി ഒപ്പിച്ചു. നമുക്ക് ഈ പ്രമാണം കത്തിച്ചു കളഞ്ഞാലോ? മണ്ടത്തരം പറയാതെ. സബ് രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തതാ. അതിന് രേഖകൾ വേറെ കാണും. ശിവരാമനെ നിന്നെ ശരിക്കും അറിയാം, അതുകൊണ്ട് അയാൾ എന്റെ പരുവം പോലെ ചെയ്തു. ആശുപത്രിയിൽ വെച്ച് അറ്റാക്കായി തീർന്നത് ഭാഗ്യം, അല്ലെങ്കിൽ ഞാനയാളെ തീർത്തേനെ.